ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 32 മുതൽ 43 വരെയുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന സംഭവം, കാൽവരി മലയിൽ യേശുവിനെ കുരിശിൽ തറച്ചെടുത്ത് യേശുവിൻ്റെ കുരിശിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഓരോ കള്ളന്മാരെ കൂടി കുരിശിൽ തറച്ചിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ കുരിശിലെ ബലി ലോകത്തിലെ സകല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബലിയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കുരിശിൻ്റെ വലതുവശത്ത് കിടന്ന കള്ളന് പരിപൂർണമായിട്ടുള്ള രക്ഷ കിട്ടി. ഇടതുവശത്ത് കിടന്ന കള്ളന് ഈ രക്ഷയുടെ ഫലം അനുഭവിക്കാൻ സാധിച്ചില്ല. എന്താണ് അതിൻ്റെ കാരണം? പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ വളരെ വ്യക്തമാവുന്നു. യേശു കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവരറിയുന്നില്ല, അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. യേശുവിൻ്റെ കുരിശിലെ ആ പ്രാർത്ഥനയ്ക്ക് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും കണ്ണു തുറക്കേണ്ട സത്യം ആ പ്രാർത്ഥന കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ ഈശോ പറഞ്ഞത്? പിതാവേ, ഒരു സത്യം, എന്നെ ഈ കുരിശിൽ തറയ്ക്കുകയും ഈ കുരിശിൽ തറച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ മനുഷ്യ വ്യക്തിയും ഒരു സത്യം അറിയണം. എന്താ സത്യം? എന്നെ കുറ്റം ചെയ്യാത്ത എന്നെ കുറ്റക്കാരനായി വിധിച്ച പീലാത്തോസും എൻ്റെ മുഖത്തു തുപ്പിയവരും കണ്ണത്തടിച്ചവരും കുരിശിൽ തറച്ചവരും ആർത്തട്ടഹസിച്ചവരും പരിഹസിച്ചവരും അവരെല്ലാവരും നിരപരാധികളാണ്. കാരണം അവരങ്ങനെ ചെയ്യുകയും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത് സത്യം അറിയാത്തത് കൊണ്ടാണ്. എന്താ സത്യം? ഇവരെല്ലാം ഇങ്ങനെ ചെയ്തത്, ആ ചെയ്തതിൻ്റെ കാരണക്കാര് അവരാരുമല്ല. പിതാവേ, ഞാൻ ഗത്സമനിലെ പ്രാർത്ഥനയിൽ നിന്റെ ഇഷ്ടം സ്വീകരിച്ചതുകൊണ്ടാണ്, നീ അനുവദിച്ചതുകൊണ്ടാണ് ഇത് മുഴുവൻ അവർക്ക് പറയാനും ചെയ്യാനും പ്രവർത്തിക്കാനും കാരണമായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഈ സത്യത്തെ പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയായി ഏറ്റുപറഞ്ഞപ്പോൾ, ഈ ഏറ്റുപറഞ്ഞ സത്യത്തെ കേട്ട, കണ്ട, മനസ്സിലാക്കിയ യേശുവിൻ്റെ കുരിശിന്റെ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ, അവൻ ഉള്ളിൽ ഉറപ്പിച്ചു, ഇതാണ് യഥാർത്ഥത്തിൽ ദൈവം. അപ്പോൾ കുരിശിന്റെ ഇടതുവശത്ത് കിടന്ന കള്ളന് രക്ഷ കിട്ടാത്തതിന്റെ കാരണവും വലതുവശത്ത് കിടന്നവന് രക്ഷ കിട്ടാനും കാരണം, വലതുവശത്ത് കിടന്ന കള്ളൻ യഥാർത്ഥ സത്യത്തെ തിരിച്ചറിഞ്ഞു. യഥാർത്ഥ സത്യത്തെ അവൻ തിരിച്ചറിയാൻ സഹായിച്ചത് യേശുവിൻ്റെ കുരിശിലെ പ്രാർത്ഥനയാണ്. യേശു പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം തിരുവചനം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്തു. കുരിശിന്റെ വലതുവശത്ത് കിടന്ന കള്ളൻ സത്യം അറിഞ്ഞു. ഏതാ സത്യം? യേശുവാണ് സത്യം. എന്താ സത്യം? ഈ യേശു സത്യമായും ദൈവമാണ്. ഈ ദൈവം എന്നെ ശിക്ഷിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന ദൈവമാണ്. ഞാൻ ഇന്ന് വരെ ഏതെല്ലാം വിധത്തിലുള്ള തെറ്റ് ചെയ്ത വ്യക്തിയായാലും പാപം ചെയ്ത വ്യക്തിയായാലും ആ തെറ്റിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് ഞാൻ ഇന്ന് പിന്തിരിഞ്ഞാൽ എനിക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം കിട്ടുമെന്ന സത്യത്തെ അവൻ കുരിശിൽ കിടക്കുന്ന യേശുവിലേക്ക് നോക്കിയപ്പോൾ, യേശുവിന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിഞ്ഞ ആ കള്ളൻ, അവൻ യേശുവിൻ്റെ മുമ്പിൽ തൻ്റെ തെറ്റിനെ ഓർത്ത് അനുതപിക്കാൻ തയ്യാറായി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു ക്രിസ്തു പീലാത്തോസിന്റെ മുമ്പിൽ നിന്നപ്പോൾ അവിടെ യേശു പറയുകയാണ്, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന രാജാവാണ്. എൻ്റെ രാജ്യം ഈ ഐഹികമല്ല, എൻ്റെ രാജ്യം ഈ ലോകത്തിലുള്ളതല്ല. എൻ്റെ രാജ്യം പിതാവിൻ്റെ രാജ്യമാണ്. അത് ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് വന്നത്. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. യേശു സത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, പഠിപ്പിച്ചപ്പോൾ ഉടനെ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം
38 തിരുവചനം. എന്താണ് സത്യം? പീലാത്തോസിന്റെ ആ ചോദ്യത്തിന് യേശു ഉത്തരം കൊടുത്തില്ല. എന്താ കാരണം എന്നറിയാവോ? യഥാർത്ഥ സത്യം യേശു പീലാത്തോസിന്റെ മുമ്പിൽ നിന്നിട്ട് യഥാർത്ഥ സത്യത്തെ കണ്ണു തുറന്ന് കാണാൻ പറ്റാത്തവനോട് എന്തോരം പറഞ്ഞു കൊടുത്താലും മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 തിരുവചനം. വഴിയും സത്യവും ജീവനും ഞാനാണ്. യേശുവാണ് യഥാർത്ഥ സത്യം. ഒരു വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, സന്തോഷം പ്രാപിക്കണമെങ്കിൽ യേശുവാണ് യഥാർത്ഥ സത്യം എന്ന് തിരിച്ചറിയണം. ഇതാ യേശുവിന്റെ കുരിശിന്റെ വലതുവശത്ത് കിടന്ന കള്ളൻ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ തിരിച്ചറിയാത്തവൻ, ഇടതുവശത്ത് കിടന്നവൻ, അവൻ ഇങ്ങനെ ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിനെ പരിഹസിച്ചു. ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം അതിന്റെ 39 തിരുവചനം. യേശുവിനെ പരിഹസിച്ചിട്ട് അവൻ പറഞ്ഞു, നീ ദൈവമാണെന്നല്ല പറഞ്ഞത്, നീ ഞങ്ങളെ കൂടി രക്ഷിക്കുക, നീ രക്ഷപ്പെടുക. അപ്പോൾ വലതുവശത്ത് കിടന്ന കള്ളനിൽ ഉണ്ടായ 4 മനോഭാവം. പ്രിയപ്പെട്ടവരെ, അതാണ് ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷയിലേക്ക് നയിച്ചത്. ശിക്ഷ അന്ന് വരെ അവൻ ചെയ്ത തെറ്റിന്റെ, പാപത്തിന്റെ പരിണതഫലം. അതാണ് ശിക്ഷ. ആ ശിക്ഷയുടെ കുരിശിലാണ് അവൻ കടന്നത്. എന്നാൽ അത് യേശുക്രിസ്തു രക്ഷയാക്കി മാറ്റി. കിട്ടാൻ കാരണം അവൻ സത്യത്തെ തിരിച്ചറിഞ്ഞു. എന്താണ് അവനിലുണ്ടായ 4 മനോഭാവം? 1, പരിഹസിച്ച ഇടതുവശത്ത് കടന്ന കള്ളനോട് വലതുവശത്ത് കടന്ന കള്ളൻ പറഞ്ഞു, എടാ, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? വലതുവശത്ത് കിടന്ന കള്ളൻ തിരിച്ചറിഞ്ഞ 1-ാമത്തെ കാര്യം, മനസ്സിലാക്കിയ സത്യത്തിലെ 1-ാമത്തെ കാര്യം, യേശു ദൈവമാണ്. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ഇവൻ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 10 അധ്യായം 9 തിരുവചനം. യേശു കർത്താവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ അവൻ രക്ഷപ്പെടും. യേശു കർത്താവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന സത്യം വിശ്വസിച്ചാൽ, ഏറ്റുപറഞ്ഞാൽ അവൻ രക്ഷപ്പെടും. ഇതാ ഈ വലതുവശത്ത് കിടന്ന കള്ളൻ, ഇവൻ ദൈവമാണ് എന്ന, യേശു കർത്താവാണെന്ന സത്യം ഹൃദയത്തിൽ വിശ്വസിച്ചു, അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു, ഇവൻ ദൈവമാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? അവൻ എന്ത് ചെയ്തു? 1-ാമത്തെ കാര്യം, യേശു ദൈവമാണ് എന്ന് അവൻ അംഗീകരിച്ചു. 2-ാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഞാൻ തെറ്റ് ചെയ്തു. നമ്മൾ യഥാർത്ഥത്തിൽ തെറ്റുകാരാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കുരിശിലെ ശിക്ഷയുണ്ടല്ലോ, അത് നമ്മൾ ചെയ്ത തെറ്റിന് കിട്ടിയ ശിക്ഷയാണ്. ഈ യേശു ഉണ്ടല്ലോ, അവൻ നിരപരാധിയാണ്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ വലതുവശത്ത് കിടന്ന കള്ളൻ സത്യത്തെ അംഗീകരിച്ചപ്പോൾ, യേശു ദൈവമാണ് എന്ന സത്യത്തെ അംഗീകരിച്ചപ്പോൾ, അവൻ്റെ ഉള്ള് അനുതാപത്താൽ നിറഞ്ഞു. അവൻ്റെ ഉള്ള് പശ്ചാത്താപത്താൽ നിറഞ്ഞു. അതാണ് അവൻ തൻ്റെ തെറ്റിനെ ഏറ്റുപറയാൻ തയ്യാറായത്. 3-ാമത്തെ കാര്യം, അവൻ തൻ്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ചു. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു പോയി. അപ്പോൾ ദൈവമാണെന്ന് അംഗീകരിച്ചു, അവൻ പശ്ചാത്തപിച്ചു, അവൻ ഏറ്റുപറഞ്ഞു. 3 കാര്യങ്ങൾ അവനുണ്ടായി. ഈ 3 കാര്യം ഉണ്ടായപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു പോയല്ലോ എന്നോർത്ത് അവൻ പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞപ്പോൾ, ഈ ഏറ്റുപറച്ചിൽ, ഇതാ ആ കുരിശിൽ കടന്നുകൊണ്ട് ആ ഏറ്റുപറച്ചിൽ ഒരു തീരുമാനമായി മാറി. എന്ത് തീരുമാനം? ഇനി എനിക്ക് ലോകം തരുന്ന, പാപം തരുന്ന സന്തോഷം വേണ്ട. അവൻ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ്, യേശുവേ, നീ പറുദീസായിലായിരിക്കുമ്പോൾ,
നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. എനിക്ക് ഇനി ലോകരാജ്യത്തിന്റെ പാപസുഖത്തിന്റെ സന്തോഷം വേണ്ട. ഇനി എനിക്കൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ, ജീവിക്കാനായിട്ട് ഒരു രാജ്യം കിട്ടുകയാണെങ്കിൽ, അത് നിന്നോടൊപ്പം നിന്റെ കൂടെ ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ആ കള്ളന്റെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയുള്ള ആ തീരുമാനമാണ് അന്ന് വരെ അവൻ ചെയ്തതായ സകല തെറ്റുകളും സകല പാപങ്ങളും എന്നേക്കുമായി യേശുവിന്റെ കുരിശിലെ ബലിയിലൂടെ കഴുകപ്പെട്ട് യേശു അവന് ഉറപ്പ് കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം തിരുവചനം, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. അവന് ഒറ്റ നിമിഷം കൊണ്ട് സ്വർഗീയ പറുദീസ സ്വന്തമാക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാ ഈ സത്യം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബോധ്യം മനസ്സിലാക്കി തരികയാണ്. യേശുവിന്റെ കുരിശിന്റെ വലതുവശത്ത് കിടന്ന കള്ളൻ ഒരു കാലത്തും രക്ഷപ്പെടാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നവൻ, അവന് ഒരു നിമിഷം കൊണ്ട് രക്ഷ കിട്ടിയെങ്കിൽ ആ രക്ഷ കിട്ടാനായിട്ട് കാരണമായി തീർന്നത് അവൻ എന്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണ് യേശുക്രിസ്തു എന്നും അവൻ ദൈവമാണ് എന്നും സത്യം അംഗീകരിച്ചപ്പോൾ, ആ സത്യത്തിന്റെ പ്രകാശത്തിന് മുമ്പിൽ അവൻ നിന്നപ്പോൾ, ഇന്നലകളിലെ അവന്റെ തെറ്റുകളെ ഓർത്ത് അവൻ അനുതപിക്കുകയും ഏറ്റുപറയുകയും തീരുമാനമെടുക്കുകയും ചെയ്തതാണ് അവന് സ്വർഗീയ പറുദീസ ലഭിക്കാൻ കാരണമായി തീർന്നത്. എങ്കിൽ എന്റെയും നിന്റെയും ഇന്നലകളിലെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള തെറ്റുകളും പാപങ്ങളും ചെയ്ത വ്യക്തിയാണെങ്കിലും നീ അതിനെ ഓർത്ത് അനുതപിച്ച് ഇനി ചെയ്യുകയില്ല എന്ന തീരുമാനത്തോടെ ഇന്ന് തിരിച്ചു വരാൻ തയ്യാറായാൽ, യേശുക്രിസ്തു തന്റെ കുരിശിന്റെ വലതുവശത്ത് കിടന്ന കള്ളന് നൽകിയ സ്വർഗീയ പറുദീസ പോലെ ഈ ഭൂമിയിൽ നിന്റെ ജീവിതത്തിൽ സ്വർഗീയ ആനന്ദം നൽകി അവിടുന്ന് നിന്നെ നയിക്കും, അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തും എന്ന ബോധ്യമാണ് ഇതിലൂടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കള്ളന് രക്ഷ ലഭിച്ചത് ഇന്നാണ്. ബൈബിൾ വളരെയധികം പ്രാധാന്യം ഇന്നിന് കൊടുക്കുന്നു. ഇന്നാണ് രക്ഷ. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. ഇനി അടുത്ത് നോക്കൂ. യേശുക്രിസ്തു ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് കാലിത്തൊഴുത്തിൽ വന്നു പിറന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം, ഇതാ ഇന്ന് നിങ്ങൾക്ക് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. രക്ഷകൻ പിറക്കുന്നത് ഇന്നിലാണ്. എന്താണ് ഈ പിറവി? ഇന്നലകളിൽ നീ ഏതെല്ലാം തെറ്റും പാപവും ചെയ്ത വ്യക്തിയായാലും ഇന്ന് നീ യേശുവിലേക്ക് തിരിയാൻ തയ്യാറായാൽ നിനക്ക് ഇന്ന് രക്ഷ കിട്ടും. അപ്പോൾ എന്താണ് രക്ഷ? രക്ഷ എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയാണോ ആ അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് രക്ഷ. ഏത് രോഗമാണോ ആ രോഗത്തിലുള്ള സൗഖ്യമാണ് രക്ഷ. എത്ര ലക്ഷത്തിന്റെ കടബാധ്യയാണോ സകല കടബാധ്യ വിടുതലാണ് രക്ഷ. അപ്പോൾ രക്ഷ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഒരു മനുഷ്യ വ്യക്തി ഏതെല്ലാം പാപത്തിന്റെ, മദ്യപാനം, പുകവലി, ദുശീലം, ഏതെല്ലാം തിന്മ പ്രവൃത്തി ചെയ്ത വ്യക്തിയായാലും നീ ഇന്ന് വരെ ചെയ്തതായ തിന്മ പ്രവൃത്തികൾ മുഴുവൻ നിന്നെ ശിക്ഷിക്കാനായിട്ട് കാരണമായി തീർന്നതാണെങ്കിലും നീ അതിൽ നിന്ന് ഇന്നലെ വരെ ചെയ്തതായ പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഇന്ന് നീ യേശുക്രിസ്തുവിലേക്ക് തിരിയാൻ തയ്യാറായാൽ, ഈ തിരിയാൻ തയ്യാറാകുന്ന നിനക്ക് ഇന്ന് യേശു രക്ഷ തരും. യേശു നൽകുന്ന രക്ഷ ഇന്നിലാണ്. ഹല്ലേലൂയ. അടുത്ത ശ്രദ്ധിക്കൂ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 9-ാം തിരുവചനം, യേശു സക്കേവുസിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ആ ഭവനത്തിൽ ആരെല്ലാം ഉണ്ടോ, ഇതാ ഈ സക്കേവൂസിലൂടെ അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ സഹോദരങ്ങൾ, അവനുമായി ചേർന്ന് നിന്ന പ്രവൃത്തികൾക്കെല്ലാം സക്കേവൂസ് യേശുവിലേക്ക് തിരിഞ്ഞത് വഴിയായിട്ട് അവനും അവന്റെ കുടുംബത്തിനും അവനുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും രക്ഷ കിട്ടി. യേശു നൽകുന്ന രക്ഷ ഇന്നിലാണ്. ഈ ഇന്നിലെ രക്ഷ ഒരു വ്യക്തിയിലൂടെ അവന്റെ കുടുംബത്തിന് മുഴുവൻ ഉള്ളതാണ്. ഇനി അടുത്ത ശ്രദ്ധിക്ക്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീ
അവൾക്ക് രക്ഷ കിട്ടിയത് ഇന്നിലാണ്. യേശു അവളോട് പറഞ്ഞു 11-ാമത്തെ വചനത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വചനം, ഇനി നീ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അന്ന് വരെ ചെയ്തത് മുഴുവൻ യേശുക്രിസ്തു എന്നേക്കുമായിട്ട് ഏറ്റെടുത്തു. യേശു അവൾക്ക് ഉറപ്പ് കൊടുത്തു, ഇനി നീ പാപിയല്ല, ഇനി നീ ചെയ്യരുത്. അവൾക്ക് യേശു രക്ഷപ്രദാനം ചെയ്തത് ഇന്നിലാണ്. റോമാലേഖനം 13-ാം അധ്യായം 12-ാം തിരുവചനം, ഇതാ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ച് അടുത്തെത്തിയിരിക്കുന്നു. ഇതാ നിന്റെ അടുക്കൽ യേശു നൽകുന്ന രക്ഷയുടെ അനുഭവമുണ്ട്. നീ ഇന്ന് അത് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറായാൽ ഇന്ന് കർത്താവ് നിനക്ക് രക്ഷ തരും. അടുത്തത് പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനം, ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ ദിവസം, ഇതാണ് സ്വീകാര്യമായ സമയം എന്ന് പറഞ്ഞാൽ നീ ഇന്ന് കർത്താവിലേക്ക് തിരിയാൻ തയ്യാറായാൽ നിനക്ക് ഇന്ന് രക്ഷ കിട്ടും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശിൻ്റെ വലതുവശത്ത് കിടന്ന കള്ളൻ അവൻ യേശുവിലേക്ക് തിരിയാൻ തയ്യാറായപ്പോൾ അന്ന് വരെ അവനുണ്ടായിരുന്ന ശിക്ഷകൾ മുഴുവൻ രക്ഷയായി മാറി. ഇടതുവശത്ത് കിടന്ന കള്ളന് കിട്ടിയില്ല. കാരണം യേശുക്രിസ്തുവിന്റെ ബലി എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാനാണ്. എന്നാൽ ഇടതുവശത്ത് കിടന്നവൻ സത്യത്തെ തിരിച്ചറിഞ്ഞില്ല. ഇനി നിങ്ങൾ നോക്കൂ, സമരിയാക്കാരി സ്ത്രീ അവൾ പാപം ചെയ്യാൻ കാരണം സത്യത്തെ അറിയാത്തതുകൊണ്ടാണ്. എന്താ സത്യം? യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം അവൾ പിന്നെ പാപം ചെയ്തില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവള് ആ പാപം ചെയ്യാൻ കാരണം സത്യം അറിയാത്തതുകൊണ്ടാണ്. അവൾ യേശുക്രിസ്തു ആകുന്ന സത്യത്തെ അറിഞ്ഞു, പിന്നെ അവൾ പാപം ചെയ്തില്ല. സക്കേവൂസ് അന്ന് വരെ പാപം ചെയ്യാൻ കാരണം അയാള് യേശുവിനെ അറിയാത്തതുകൊണ്ടാണ്. യേശുവിനെ അറിഞ്ഞു, സത്യത്തെ അറിഞ്ഞു, പിന്നെ അയാൾ പാപം ചെയ്തില്ല. ഒരു സത്യം മനസ്സിലാക്കണം, ഇന്നലെ വരെ നീ ഏതെല്ലാം പാപം ചെയ്ത വ്യക്തിയായാലും അത് മുഴുവൻ നിന്നെ ശിക്ഷിക്കാനായിട്ട് നോക്കിയിരിക്കുന്നതാണെങ്കിലും ഇന്ന് നീ യേശുക്രിസ്തുവിലേക്ക് തിരിയാൻ തയ്യാറായാൽ നിന്റെ ഇന്നലകളിലെ സകല പാപത്തെയും കഴുകി അവൻ ഇന്ന് നിനക്ക് രക്ഷ തരും. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞാൻ ആ ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രേരണ നൽകി. ഈ രോഗം ഒരു അടയാളമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ ആ സഹോദരൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ഡിവൈൻ ധ്യാന കേന്ദ്രം ധ്യാനം കൂടിയിട്ടുണ്ടോ? അയാൾ പറഞ്ഞു 3 പ്രാവശ്യം ധ്യാനം കൂടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, 3 പ്രാവശ്യം ധ്യാനം കൂടിയിട്ടും പുകവലി നിർത്തിയോ? അപ്പോൾ ആ സഹോദരൻ പറയുക, 3 പ്രാവശ്യം ധ്യാനം കൂടിയിട്ടും പുകവലി നിർത്താൻ പറ്റിയില്ല അച്ഛാ. പ്രിയപ്പെട്ടവരെ, പുകവലി എന്ന നാശകാരണം, ഈ നാശകാരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കർത്താവ് 3 പ്രാവശ്യം അവസരം കൊടുത്തു. എന്നാൽ കർത്താവ് കൊടുത്ത അവസരത്തേക്കാൾ അധികമായി അവൻ പുകവലിയെ സ്നേഹിച്ചതുകൊണ്ട് പുകവലി അവന് കൊടുത്ത ശിക്ഷയാണ് ഈ ക്യാൻസർ രോഗം. ദൈവം ഒരിക്കലും മനുഷ്യനെ ശിക്ഷിക്കില്ല, എന്നാൽ പാപം മനുഷ്യനെ ശിക്ഷിക്കും, ദുശീലം മനുഷ്യനെ ശിക്ഷിക്കും, തിന്മ മനുഷ്യനെ ശിക്ഷിക്കും. അതുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്നലെ വരെ നീ ചെയ്തതായ സകല പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്നും ഇന്ന് യേശു നിനക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ ഈ ദിവസത്തിൽ നീ യേശുവിലേക്ക് തിരിയാൻ തയ്യാറായാൽ ഇന്നലകളിൽ നിനക്ക് ശിക്ഷയായിട്ടുണ്ടായിരുന്നത് മുഴുവൻ യേശു ക്രിസ്തു ഇന്ന് രക്ഷയാക്കി മാറ്റും. നിന്റെ ജീവിതത്തിൽ രക്ഷകൻ വന്ന് പിറക്കും. സഹോദര, സഹോദരി, ഈ അനുഭവത്തെ സ്വീകരിക്കാൻ തയ്യാറാകൂ, സ്വന്തമാക്കാൻ തയ്യാറാകൂ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൂശിത രൂപൻ ഈശോയെ കാണും. അവിടെ അതാ ഇടതുവശത്തും വലതുവശത്തും ഓരോ കള്ളന്മാര്. ഇവർ 2 പേരും ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പ്രതിനിധിയാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലി ഇന്ന് നിനക്കും നിന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും രക്ഷയായി മാറണമെങ്കിൽ ഇന്നലകളിലെ സകല പാപത്തെയും ഉപേക്ഷിച്ച് യേശുവിനെ സ്വീകരിക്കാനും സ്വന്തമാക്കാനും തയ്യാറാകണം. ഇനി ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ തയ്യാറാണ്. ഈ തീരുമാനമെടുക്കാൻ നീ ഇന്ന് തയ്യാറായാൽ
യേശുവിൻ്റെ കുരിശിൻ്റെ വലതുവശത്ത് കടന്ന കള്ളന് ലഭിച്ച അതേ സ്വർഗീയ ആനന്ദം നിന്നിലും നിന്റെ കുടുംബത്തിലും ഉണ്ടാകും. നീ സത്യം തിരിച്ചറിയാതെ കുഴപ്പമില്ല എന്ന് കരുതി ഇന്നലകളിലെ അതേ തെറ്റ്, പാപം, ദുശീലം നീ തുടർന്നാൽ ആ തുടരുന്നത് കുരിശിൻ്റെ ഇടതുവശത്ത് കടന്ന കള്ളൻ്റെ അവസ്ഥയാകും. കർത്താവേ, ഞാൻ തിരിച്ചറിയുന്നു. കർത്താവെ, ഞാൻ മനസ്സിലാക്കുന്നു. വന്നുപോയ തെറ്റിനെ ഓർത്ത് അനുതപിച്ച് തിരിച്ചു വന്ന് സ്വർഗീയാനന്ദം സ്വീകരിക്കുവാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ. അഭിഷേകം എനിക്ക് തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.